everyone, welcome to Competitive Cracker. എൻ്റെ പേര് മുബീന. നമ്മൾ ഇന്ന് UGC നെറ്റ് കൊമേഴ്സിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് അല്ലേ. നെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. മെയ് 10 വരെയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇനിയാണെങ്കിലും പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് എറേഴ്സ് ആർ നോട്ട് റിവീൽഡ് ബൈ ദി ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാത്ത എറേഴ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എന്താണ്? കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് കമ്മീഷൻ, റോങ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് ആൻഡ് റോങ് ടോട്ടലിംഗ് ഓഫ് ആൻ അക്കൗണ്ട്. ഇതിലേതാണ് ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാത്ത എറർ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കോമ്പൻസേറ്റിംഗ് എറർ ആണ് ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാത്ത എറർ ആയിട്ട് വരുന്നത്. നോക്കിക്കേ എറേഴ്സ് ഏതൊക്കെയാണ്? എറേഴ്സ് that do not affect the agreement of trial balance. ട്രയൽ ബാലൻസിന്റെ എഗ്രിമെന്റിനെ അഫക്റ്റ് ചെയ്യാത്ത എറേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എറർ ഓഫ് കംപ്ലീറ്റ് ഒമീഷൻ, ദെൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറർ, making an entry in the wrong subsidiary book and posting an amount in wrong account but on the correct side. അപ്പോൾ ഈ കേസിലൊക്കെ എന്താണ് ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാറില്ല എറേഴ്സ്. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്? എറേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന്റെ എഗ്രിമെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന എറേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എറർ ഓഫ് പാർഷ്യൽ ഒമീഷൻ ആണ്. എറർ ഓഫ് കംപ്ലീറ്റ് ഒമീഷൻ ആണെങ്കിൽ അത് അഫക്റ്റ് ചെയ്യില്ല, പക്ഷേ പാർഷ്യൽ ഒമീഷൻ ആണെങ്കിൽ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യും. ദെൻ പോസ്റ്റിംഗ് ആൻ എമൗണ്ട് ഓൺ ദി റോങ് സൈഡ്, ദെൻ റൈറ്റിംഗ് റോങ് എമൗണ്ട് ആൻഡ് റോങ് ടോട്ടലിംഗ് ഓഫ് സബ്സിഡറി ബുക്ക്, ദെൻ എന്താണ് റോങ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. ഈ കേസിലൊക്കെ എന്താണ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എറേഴ്സ് ആണ്. നെക്സ്റ്റ് എന്താണ്? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കേ. ദ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്പെൻസസ് ഫോർ ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ്, അല്ലെ ഏത് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക എക്സ്പെൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻസ് നോക്കിക്കേ. ഒബ്ജക്ടിവിറ്റി, മെറ്റീരിയാലിറ്റി, മാച്ചിങ് ആൻഡ് ഓപ്ഷൻ ഡി പീരിയോഡിസിറ്റി. ഇതിലേതാണ് നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്പെൻസിന് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ് അല്ലെ. മാച്ചിങ് പ്രിൻസിപ്പിൾ ഇൻകം എക്സ്പെൻസും തമ്മിൽ മാച്ച് ചെയ്യണം. അതാപ്പോൾ മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എക്സ്പെൻസസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ UGC നെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലേ. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മെയ് 10 വരെയാണ്. എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇനിയാണെങ്കിലും നമുക്ക് പഠിച്ചാലേ നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഈ പ്രാവശ്യം എക്സാം മോഡൊക്കെ മാറിയിരിക്കുകയാണ്. OMR മോഡിലാണ് എക്സാം വരുന്നത്. നമ്മുടെ CCയിൽ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് നെക്സ്റ്റ്? ബേസിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് നോക്കുന്നത്. ഏതൊക്കെയാണ് ബേസിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത്? എക്കണോമിക് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ, ദെൻ ടൈം പീരീഡ് അസംഷൻ, മോണിറ്ററി യൂണിറ്റ് അസംഷൻ, കോസ്റ്റ് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ, ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ, ദെൻ വരുന്ന ഏതാണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ, റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയാലിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേറ്റിസം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അക്കൗണ്ടിംഗ് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് റിലേറ്റഡ് ടു. ഇൻടാഞ്ചിബിൾ അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണ്? ഏതൊക്കെയാണ് ഓപ്ഷൻ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12, ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24 ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26. ഇതിലേതാണ് വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26 ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ ഏതാണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 എന്താണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഫോർ ഫിക്സഡ് അസറ്റ് ആണ്. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12 എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഫോർ ഗവൺമെന്റ് ഗ്രാൻഡ്സ് ആണ്. നെക്സ്റ്റ് എന്താണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24 ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24ൽ പറയുന്നത്. ലാസ്റ്റ് വൺ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26നകത്ത് പറയുന്നത് എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അപ്പോൾ ഇതുപോലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൂടി നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓണേഴ്സ് ഇക്വിറ്റി സ്റ്റാൻഡ്സ് ഫോർ. ഏതാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ? ഓപ്ഷൻസ് പറയുന്നു. ഫിക്സഡ് അസറ്റ് മൈനസ് ഫിക്സഡ് ലയബിലിറ്റി, ഫിക്സഡ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി, ദെൻ കറന്റ് അസറ്റ് മൈനസ് ഫിക്സഡ് ലയബിലിറ്റി ആൻഡ് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി. ഇതിലേതാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ആണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതേപോലെ തന്നെ എറേഴ്സ്, ദെൻ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ. അപ്പോൾ ഇതെല്ലാം എല്ലാവരും കൃത്യമായിട്ടും പഠിച്ചിരിക്കണം എക്സാമിന് മുമ്പായിട്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിന് സ്റ്റാർട്ട് ചെയ്ത കാര്യം ആരും മറക്കണ്ട. കോഴ്സ് എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക.
ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്